വീടുകൾക്ക് മീതെ മണ്ണിടിച്ചിലിന്റെ ഭീഷണി. അത് കാരണം അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവർ അങ്ങനെ പഞ്ചായത്തിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. പോത്തുകൽ പഞ്ചായത്ത് ഓഫീസിൽ സമരവുമായി എത്തിയ ആദിവാസി കുടുംബങ്ങൾ രാത്രിയും പ്രതിഷേധം തുടർന്നു. നാരങ്ങാപ്പൊയിൽ കോളനിക്ക് പിറകുവശത്തെ കുന്നാണ് 5 കുടുംബങ്ങൾക്ക് ഭീഷണിയാവുന്നത്. അധികൃതർ ഇടപെടുന്നതുവരെ വീടുകളിലേക്ക് മടങ്ങില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. ആഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. ആഷ്കർ അലി കരിമ്പ, ഇന്നലെ അവർ വീടിന് മുൻപിൽ സമരം ചെയ്തു. പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കിയില്ല. അവർ പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രി മുതൽ മുഴുവൻ സമയവും ഈ കുട്ടികളടക്കമുള്ളവർ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നോ? അരുൺ, തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഈ 5 കുടുംബങ്ങളിലെ ഏകദേശം 32 പേർ, കുട്ടികൾ, ചെറിയ കുട്ടികൾ അടക്കുന്ന ആളുകളടക്കം ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. ഇന്നലെ നമ്മൾ അവിടെ ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഇങ്ങനെ പഞ്ചായത്തിലേക്ക് നീങ്ങിയതും പ്രതിഷേധമായി നീങ്ങിയതും. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും തങ്ങൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനം ഇല്ലെങ്കിൽ ഉറപ്പെങ്കിലും ലഭിക്കുന്നതുവരെ ഈ പ്രതിഷേധം തങ്ങൾ തുടരുമെന്ന് തന്നെയായിരുന്നു കുടുംബങ്ങൾ പറഞ്ഞിരുന്നത്. അവർ അങ്ങനെ പറയുന്നതിൽ ഒട്ടും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം അത്രയേറെ ആശങ്കയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത്. നമ്മൾ പോയിട്ട് നമുക്കത് ആ വാർത്ത ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ മൺകൂനിയുടെ താഴെ നിൽക്കുമ്പോൾ പോലും നമുക്ക് പോലും ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇന്നലെ പുലർച്ചെയാണ് അവിടെ ആ മൺകൂനിയുടെ ഒരു ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണത്. തുടർച്ചയായി ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴും അങ്ങനെ ഭീതിയായ ഒരു കുന്ന് തന്നെ വീടുകൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ പ്രതിഷേധമായി പഞ്ചായത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ സമയത്തും അവർ അവിടെ തന്നെ പ്രതിഷേധമായി ഇരിക്കുന്നു. പക്ഷേ ഈ 32 ആളുകൾ, ചെറിയ കുട്ടികളടക്കം അടങ്ങുന്നവർ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കാതെ പ്രതിഷേധമായ ഒരു പഞ്ചായത്തിന് മുമ്പിൽ കിടന്നിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് അവരുടെ പ്രതിഷേധ രീതി കണ്ടെത്താൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള ആളുകളൊക്കെ രാവിലെ സമരം ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ഇവർക്ക് ആ വീടുകളിൽ കിടന്നിറങ്ങാൻ ഭയമാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ വീടുകളിലേക്ക് പോലും പോകാതെ ഇത്തരത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, ഇന്ന് അവർക്ക് ആ പഞ്ചായത്തിലെ ഓഫീസിനകത്ത് ശുചിമുറി പോലും ഉപയോഗിക്കാൻ തുറന്നു നൽകിയില്ല എന്നുള്ളൊരു കടുത്തൊരു ആക്ഷേപവും സമരക്കാർ അല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് ബന്ദോബസ്താക്കിയതിനാൽ ഒരു തരത്തിൽ പോലും അവിടുത്തെ ശുചിമുറികൾ പോലും ഉപയോഗിക്കാൻ കഴിയാതെയാണ് ഈ രാത്രി മുഴുവൻ അവർ കഴിച്ചു കൂട്ടിയത് എന്നുള്ള ഒരു ദയനീയ സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും അവർ പ്രതിഷേധത്തിൽ നിന്നും സമരത്തിൽ നിന്നും പിന്മാറി ഇപ്പോഴും അവിടെ തന്നെ തുടർന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ നാരങ്ങാപ്പൊയിൽ, മുണ്ടേരി നാരങ്ങാപ്പൊയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ലഭിക്കുന്ന പ്രദേശമാണ്. ഇടതുപക്ഷമാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് പോത്തുകൽ. നേരത്തെ പലതവണ അത്തരത്തിൽ പഞ്ചായത്തിൽ ഭരണങ്ങൾ മാറി മറിയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പഞ്ചായത്തിൽ തുടരുകയാണല്ലോ ഈ 5 കുടുംബങ്ങളും. നമുക്കൊപ്പം മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ PR വിനോദ് ഉണ്ട്. ശ്രീ PR വിനോദ്, വെരി ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങളെ പോത്തുകൽ പഞ്ചായത്തിൽ ഇന്നിപ്പോൾ ആദിവാസി കുടുംബങ്ങൾ 5 കുടുംബങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ അവരവരുടെ സമരം ചെയ്യുന്നത്, പ്രതിഷേധത്തിലിരിക്കുന്നത്. അവരുടെ പ്രശ്നം അവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള വലിയൊരു മതിലുണ്ട്. ആ മണ്ണിടിഞ്ഞു വീണ് എപ്പോൾ വേണമെങ്കിലും അവരുടെ വീട് തകരാം എന്നൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഇന്നലെ അത് കാണിക്കുകയും ചെയ്തു പ്രേക്ഷകരെ. പഞ്ചായത്താണ് അവിടെ അത് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് സുരക്ഷയില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇടപെടാൻ സാധിക്കുമോ കളക്ടർ? തീർച്ചയായിട്ടും. ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ ITDP പ്രോജക്റ്റ് ഓഫീസർ അവിടെ പോയി മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളുണ്ട് മാറ്റി താമസിപ്പിക്കുന്നതിന്. ഇപ്പം പെട്ടെന്നൊരു ദുരന്തം വരുന്നത് കൊണ്ട് അടിയന്തരമായിട്ട് അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. പക്ഷേ ഒരു റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുന്നത് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല. റീറ്റെയിനിങ് വാൾ തീർച്ചയായിട്ടും നിർമ്മിക്കും. ഇതിന് പകരമായി ഈ ആദിവാസികൾ 4 കുടുംബങ്ങൾ സമ്മതമാണെങ്കിൽ അവർക്ക് സ്ഥലവും വീടും കൊടുക്കാൻ ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ റെഡിയാണ്. അത് പ്രോജക്റ്റ് ഓഫീസറും തഹസിൽദാരും അവിടെ പോയി അവരെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം എന്തായാലും ഈ ദുരന്തം ഉള്ളത് കൊണ്ട് അവിടെ താമസിക്കുന്നത് ഈ ഒരു അപകടാവസ്ഥയിലായതുകൊണ്ട് അവിടെ താമസിക്കുന്നത് സേഫ് അല്ല. അവരെ ക്യാമ്പിലേക്ക് മാറ്റാൻ ഞങ്ങൾ റെഡിയാണ്. ഇവരെ താമസിപ്പിക്കാൻ വീട് റെഡിയാണ്. അടിയന്തരമായി ഇവരെ ഒഴിപ്പിക്കാം. അതിനുശേഷം റീറ്റെയിനിങ് വാൾ നമ്മൾ നിർമ്മിക്കും. ഈ റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കും. എസ്റ്റിമേറ്റ് എടുത്ത് റീറ്റെയിനിങ് വാൾ നിർമ്മിച്ച് സുരക്ഷിതമാക്കും. ഓക്കെ, താങ്ക് യു. ജില്ലാ കളക്ടറാണ് നമുക്കൊപ്പം ചെയ്തത് ശ്രീ PR വിനോദ്. അഷ്കർ അലി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ. അഷ്കർ, ഇപ്പോൾ കളക്ടർ പറയുന്നത് കേട്ടല്ലോ അല്ലേ? കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ITDCയുടെ ഓഫീസർ അവിടെ പോയി അത് നോക്കിയിരുന്നു. ഈ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി പുതിയ വീട്ടിലേക്ക് മാറ്റാം താൽക്കാലികമായി. അതിനുശേഷം റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ്. കാര്യം ഒരു ദിവസം കൊണ്ട് റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുക സാധ്യമല്ല. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാവുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരെ അവിടെ നിന്ന് താൽക്കാലികമായി മാറ്റി ഉടൻ തന്നെ എസ്റ്റിമേറ്റ് എടുത്ത് റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് കളക്ടർ ഇപ്പോൾ പറയുന്നത്. അഷ്കർ അലി.
അരുൺ, കളക്ടർ ഇടപെടൽ ഏറെ പ്രശംസനീയമാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ റീറ്റെയിനിങ് വാൾ എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചതുപോലെ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ പോലും ഈ കുടുംബങ്ങൾ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആരും ഇത്തരത്തിലൊരു കളക്ടർ പറഞ്ഞ പോലൊരു തീരുമാനം അവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്താൻ പോലും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് കുടുംബം ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടവർക്ക് നമ്മളോട് പറഞ്ഞിരുന്നത്. ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ള. അങ്ങനെ ആരെങ്കിലും ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതിഷേധവുമായി പഞ്ചായത്തിലേക്ക് പോകേണ്ട സാഹചര്യവുമില്ലല്ലോ. മാത്രമല്ല, ഓരോ തവണ മഴ കനക്കുമ്പോഴാണ് ആളുകൾ വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് ഓരോ തവണ മഴ കനക്കുമ്പോൾ ഇവരോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷിത കേന്ദ്രം ഒരുക്കാനോ അല്ലെങ്കിൽ ഒരു സംരക്ഷണ വ്യക്തി ഒരുക്കാനോ ഈ ബന്ധപ്പെട്ട വിദ്യ ആണെന്ന് തോന്നുന്നു. ഈ വിദ്യാ മാഡത്തെ നമ്മളിപ്പോൾ വിളിച്ചു, പക്ഷേ വിദ്യാ മാഡത്തിന് പനിയായതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വിദ്യാ മാഡത്തിന് പനിയാണ്, പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവനാണ് അവർ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്. വാർഡ് മെമ്പർക്കെങ്കിലും ആ വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നു. കളക്ടറുടെ പ്രതികരണം പ്രേക്ഷകർ കേട്ടതാണ്. ഉദ്യോഗസ്ഥന് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നു, പക്ഷേ ജനപ്രതിനിധികൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് നമുക്കിനിയും മനസ്സിലാവാത്തത്. ഈ വിഷയങ്ങളിലൊക്കെ സത്വരമായിട്ട് ഇടപെട്ട് ഈ ആദിവാസി കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ച് റീറ്റെയിനിങ് വാളൊക്കെ നിർമ്മിച്ചു കൊടുക്കേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിലാവണം. അതിനുള്ള ഒരു വീഴ്ചയും ന്യായീകരണമല്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് പോത്തുകൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു. ഈ വാർത്ത നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പഞ്ചായത്ത് ഇടപെടുന്നതുവരെ തീർച്ചയായും പ്രേക്ഷകരുടെ മുന്നിൽ ഈ ആദിവാസി കുടുംബങ്ങളുടെ വിഷയം നമ്മൾ അവതരിപ്പിക്കും. ജില്ലാ കളക്ടർ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് ഈ ആദിവാസി കുടുംബങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുക. അതിനുശേഷം ഉടനടി തന്നെ ഈ റീറ്റെയിനിങ് വാൾ നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് കടക്കേണ്ടതുണ്ട്. ആഷ്കരലി അത് ഫോളോ അപ്പ് ചെയ്യും. നമുക്ക് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം ഇന്ന് തേടാവുന്നതാണ്. നാളെ ഈ വാർത്താ പ്രഭാതം പ്രേക്ഷകരിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ഈ കുടുംബത്തോടൊപ്പം തന്നെ ഈ 4 കുടുംബങ്ങൾക്കൊപ്പം തന്നെ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും എന്ന് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ